സോ ഡോക്ടർ കൊങ്കോ വേഴ്സസ് പോർച്ചുഗൽ മാച്ച് റിവ്യൂ. ഈ റിവ്യൂവിൽ പിന്നെ അതുപോലെ തന്നെ അർജൻറ്റീന വേഴ്സസ് അൾജീരിയ മാച്ചിൻ്റെ റിവ്യൂവും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഡോക്ടർ കൊങ്കോ ഒന്നും അല്ല കേട്ടോ, DR കൊങ്കോ. ഞാൻ വെറുതെ പെട്ടെന്ന് ആ ഒരു പേര് ക്യാച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു പേര് ഇട്ടുവെന്നേ ഉള്ളൂ. കൊങ്കോ ഒരു വൺ ഓഫ് ദ ആഫ്രിക്കൻ നാഷനാണ്. സോ ഇവരുമായിട്ടുള്ള നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫസ്റ്റ് മാച്ച് ഓൾറെഡി നമുക്കറിയാം. ലയണൽ മെസ്സി, നമ്മുടെ സ്വന്തം മെസ്സി, പുള്ളി ഒരു ഹാട്രിക് അടിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പിലെ ഫസ്റ്റ് ഹാട്രിക്കാണ്. ക്രിസ്ത്യാനോക്ക് അത് 2018 ഓൾറെഡി ഹാട്രിക് അടിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് ഹാട്രിക് എന്ന് പറയുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ ഓൾറെഡി കഴിഞ്ഞ പരിപാടിയാണ്. പക്ഷേ മെസ്സിയുടെ ഫസ്റ്റ് കരിയർ വേൾഡ് കപ്പ് ഹാട്രിക് ആണ് ഇത്. അപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലാണ്. സോ പുള്ളി കരഞ്ഞിട്ടൊക്കെയാണ് ആ ഒരു മാച്ച് സബ്സ്റ്റിറ്റ്യൂട്ടായി പോയത്. ലയണൽ സ്കലോണിയെ ഹഗ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ എന്തുകൊണ്ട് അർജൻറ്റീനയുടെ റിവ്യൂ കഴിഞ്ഞ ദിവസം ഇട്ടില്ല? ഞാൻ പൊതുവെ രാവിലെയാണ് റിവ്യൂ ഇടാറ്. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു അർജൻറ്റീനയുടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ എൻ്റെ ഫ്രാൻസ് വേഴ്സസ് സെനഗൽ മാച്ചിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അതിൽ ഞാൻ പറയുന്നത് ടോപ്പ് സ്കോറർ എംബാപ്പയാണെന്നാണ്. ഓക്കെ, ആ സമയത്ത് അർജൻറ്റീനയുടെ മാച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്കറിയില്ല. അപ്പോൾ രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ഓക്കെ, എനിക്ക് രാവിലെയാണ് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അർജൻറ്റീനയുടെ വീഡിയോ ഇടുന്നത്. ഈ ഒരു വൺ ഡേ ലേറ്റ് ആണെന്നറിയാം, ബട്ട് സ്റ്റിൽ. അപ്പോൾ ഈ ഒരു പോർച്ചുഗലും ലയണൽ മെസ്സിയും പോർച്ചുഗലും അർജൻറ്റീനയും തമ്മിലുള്ള ഒരു വീഡിയോ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇടുകയാണ്. സോ മെസ്സി ഹാട്രിക് അടിച്ചത് കൊണ്ട് തന്നെ ക്രിസ്ത്യാനോക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഓക്കെ, കാരണം അത് ക്രിസ്ത്യാനോൻ്റെ ഓഡിയൻസിന് അതൊരു വല്ലാത്തൊരു ഇതായി പോകും. കാരണം മെസ്സി അവിടെ ഹാട്രിക് എടുക്കുന്ന ക്രിസ്ത്യാനോ ഒന്നും അടിക്കാതെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഹാപ്പൻഡ്. ഓക്കെ, നമുക്കത് വേണം പറയാനായിട്ട്. കാരണം ക്രിസ്ത്യാനോയുടെ ഭാഗത്തു നിന്നും ഒരു ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ് ആയിരുന്നു. ക്രിസ്ത്യാനോയുടെ ഭാഗത്തു നിന്നേ അല്ല, കംപ്ലീറ്റ്ലി പോർച്ചുഗലിൻ്റെ ഭാഗത്തു നിന്നൊരു ഡിസപ്പോയിൻമെൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. ഡോക്ടർ കൊങ്കോ വേഴ്സസ് പോർച്ചുഗൽ മാച്ചാണ്. DR കൊങ്കോ വേഴ്സസ് പോർച്ചുഗൽ മാച്ചാണ്. സോ ഈ ഒരു മാച്ചിൽ തുടക്കം പോർച്ചുഗൽ ഫാന്റാസ്റ്റിക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കിക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഹെഡ് സ്റ്റാർട്ട് തന്നെ പോർച്ചുഗലിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ പെഡ്രോ നെറ്റോൻ്റെ അസിസ്റ്റിൽ നിന്നും ജാവോ നവാസിന്റെ ഹെഡിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗോൾ സ്കോർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിപ്പോൾ പോർച്ചുഗൽ ഒരു 5-6 ഗോൾ സ്കോർ ചെയ്യും, വിജയിക്കും എന്നൊക്കെയാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ. ടു ബി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അങ്ങനെയാണ് വിചാരിച്ചത്. കാരണം അങ്ങനെയാണ് ഇതുവരെയുള്ളൊരു സിറ്റുവേഷൻ. പോർച്ചുഗൽ അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഗോൾ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 ഒക്കെ ഗോൾ സ്കോർ ചെയ്ത്, അത് ഹാവനവാസാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മിഡ്ഫീൽഡർ വന്നിട്ടാണ് ഹെഡ് ചെയ്ത്. ഹാവനവാസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് പറഞ്ഞ ആളാണ്. പുള്ളിക്ക് അതൊന്നും ഇല്ല കേട്ടോ. പുള്ളി അങ്ങനെയൊന്നുമില്ല, പുള്ളി ഹെഡ് ചെയ്യും. അങ്ങനെ ക്രിസ്ത്യാനോ തൊട്ട് ബാക്കിലുണ്ട്, അതൊന്നുമില്ല. ക്രിസ്ത്യാനോക്ക് വിട്ടെടുക്കാമെന്നില്ല, പുള്ളി ഒന്ന് ഹെഡ് ചെയ്ത് പോയി ജാവനവാസ്. അത്രയേ ഉള്ളൂ. അങ്ങനെ ഹൈറ്റിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഈസ് ജാവോ നവാസ്. ഓക്കെ, ആൾസോ ലയണൽ ആന്ദ്രെ മെസ്സി, പുള്ളീനെ കുറിച്ച് ഇനി ഞാൻ അധികം പൊക്കി പറയുന്നില്ല. കാരണം എന്താണ് ഒരു ഫുട്ബോളർ വേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്ന ഒരാൾ. ഹൈറ്റോ വെയിറ്റോ സംസാരമോ അല്ലെങ്കിൽ ഔറയോ മാസോ ഇതൊന്നും വേണ്ട. ഓക്കെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. യു നീഡ് ടു ഫുട്ബോളിനോട് പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ഫുട്ബോളർ. ദാറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഈസ് ലയണൽ ആന്ദ്രെ മെസ്സി. ഓക്കെ, അതിന് ഞാൻ വേറെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. സോ ജാവോ നവാസ് അവിടെ ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈസി ആയിട്ട് പോർച്ചുഗൽ വിജയിക്കും. പക്ഷേ DR കൊങ്കോ എന്ന് പറയുന്നുള്ള ഈ ഒരു നാഷണൽ ടീം എന്താ പറയുക, ദേ കെയിം ബാക്ക് റിയലി വെൽ. അത് നമ്മുടെ പോർച്ചുഗലിൻ്റെ ജാവോ നവാസും വിറ്റീനിയാണ് അവരുടെ മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത്. ദേ ബോത്ത് ആർ എ വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സ്. അത് നമുക്കറിയാം. PSG കഴിഞ്ഞ 2 സീസണായിട്ട് വേൾഡ് ക്ലാസ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 2 പ്ലേയേഴ്സാണ് ജാവോ നവാസും പിന്നെ അതുപോലെ തന്നെ വിറ്റീനിയും. അതിൻ്റെ റീസണായിട്ട് അവർക്ക് 2 ചാമ്പ്യൻസ് ലീഗ് കോൺസിക്യൂട്ടീവായിട്ട് കിട്ടി. ആദ്യമായിട്ടാണ് അവർ ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യൻസ് ആവുന്നത്. അതിന് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റോളാണ് ജാവോ നവാസും വിറ്റീനിയും. സോ ഇവരുടെ മിഡ്ഫീൽഡിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു DR കൊങ്കോ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു നാഷണൽ ടീം എന്നല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാഷണൽ ടീമിനെയാണ്. പക്ഷേ കമ്മിങ് ടു ഫുട്ബോൾ, ഓക്കെ, ഫുട്ബോളിലോട്ട് വരുന്ന സമയത്ത് അത്ര വലിയൊരു ടീമല്ല. അപ്പോൾ ഇവർക്ക് ഈ ഒരു ജാവോ നവാസിൻ്റെയും വിറ്റീനിയുടെയും ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. അവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻ അല്ല, അവരെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചു ലിറ്ററലി. ഓക്കെ, അത് പറയണം, സംഭവം ശരിയാണ്. പൊസഷൻ ഇവിടെ പോർച്ചുഗലിൻ്റെ കയ്യിലാണ്. കൊങ്കോൻ്റെ നിന്നും അത്രയധികം പൊസഷനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അറ്റാക്ക് വരുന്ന സമയത്ത് ഇവർ വെള്ളം കുടിക്കുന്നുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ നമുക്കറിയാം തിയറി ഹെൻറിനെയും കെവിൻ ഡിബ്രൂയിനെയും ഓവർകം ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല, ഓൾ ടൈം അല്ലെങ്കിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലേ മേക്കർ എന്നുള്ളൊരു അവാർഡ് നേടിയ ഒരാളാണ്. കഴിഞ്ഞ സീസണിലെ പ്ലെയർ ഓഫ് ദ സീസണും ബ്രൂണോ ഫെർണാണ്ടസ് ആണ്.
അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? അവിടെ ഉള്ളത് ക്രിസ്ത്യാനോ, പ്ലേ മേക്കർ റോൾ, നല്ലൊരു ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20% ഒരു ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഗോളാക്കി മാറ്റാൻ, കൺവേർട്ട് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഫാന്റാസ്റ്റിക് പ്ലെയറാണ് അവിടെ ഉള്ളത്. ഷോട്ട് കൊണ്ടായാലും ഹെഡ് കൊണ്ടായാലും അക്കോർഡിംഗ് ടു മീ ഫിസിക്കലി കംപ്ലീറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. എവിടെ എങ്ങനെ ഏത് വെച്ചുകൊണ്ട് ഗോൾ സ്കോർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ഫ്രണ്ടിൽ ഉണ്ടാവുന്നു, ബ്രൂണോ എന്ന് പറയുന്ന ഒരു പ്ലെയർ നടുക്കുണ്ടാവുന്നു. സോ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ പലതും എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, പക്ഷെ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. 92ാമത്തെ മിനിറ്റ് വരെ ഒരു ചാൻസ് പോലും ബ്രൂണോ ഫെർണാണ്ടസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, 92ാമത്തെ മിനിറ്റിൽ ഒരു ചാൻസ് ആണ് പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ക്രിയേറ്റ് ചെയ്തത്. അതുവരെ ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 75% പൊസഷൻ പോർച്ചുഗലിൻ്റെ കയ്യിലാണ്, ഒരു 25% മാത്രമേ കൊങ്കോൻ്റെ കയ്യിലുള്ളൂ. അത്രയും കയ്യിൽ ഇത്രയധികം പൊസഷൻ ഉണ്ടായിട്ട്, ബ്രൂണോ ഫെർണാണ്ടസിനെ പോലൊരു പ്ലെയർ അവിടെ ഉണ്ടായിട്ട്, റൊണാൾഡോയെ പോയി ഒരു വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രൈക്കർ അവിടെ ഉണ്ടായിട്ട് ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല ബ്രൂണോ ഫെർണാണ്ടസിന്. ദാറ്റ് ഈസ് കൊങ്കോൻ്റെ ഒരു ഡോമിനൻസ് എന്ന് പറയുന്നത്. ആ ഒരു മിഡ്ഫീൽഡിലും ഡിഫെൻസീവിലെയും അടിപൊളിയായിരുന്നു അവർ. ലിറ്ററലി ഞാൻ എന്താ പറയുക, എനിക്ക് എന്താ അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല. അവർ ലിറ്ററലി ഷോക്ക് ചെയ്തു. നമ്മൾ കാപ്പാവേഡ സ്പെയിനിനെ തളച്ചതുപോലെ തന്നെ ലിറ്ററലി കൊങ്കോ പോർച്ചുഗലിനെ തളച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ എൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. സോ ഇങ്ങനെയൊക്കെയാണ് പോർച്ചുഗലിൻ്റെ അവസ്ഥ. പോർച്ചുഗലിൻ്റെ ഞാൻ പറയട്ടെ, ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ലെവലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പർ കോസ്റ്റ, ഓക്കെ, വിയേഗയും പിന്നെ അതുപോലെ തന്നെ അരാഗ്വയുമാണ് ഡിഫൻഡേഴ്സ്. ലെഫ്റ്റ് ബാക്കിൽ നൂനോ മെൻഡസ്, റൈറ്റ് ബാക്കിൽ നമ്മുടെ ചാവോ കാൻസെലോ ബാഴ്സലോണയുടെ, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ജാവോ നവാസും വിറ്റീനിയും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ്, ലെഫ്റ്റ് വിങ്ങിൽ നമ്മുടെ പെഡ്രോ നെറ്റോ, റൈറ്റ് വിങ്ങിൽ ബെർണാഡോ സിൽവ, സ്ട്രൈക്കറായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ ടീമിന് എന്താണ് ഒരു കുറവ് കണ്ട് എജ്ജാതി ഈ ടീമിൽ അവർ ക്ലബിനും രാജ്യത്തിനും വേണ്ടി ഒക്കെ അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ഈ ടീമും വെച്ച് ഈ കൊങ്കോ എന്ന് പറയുന്നൊരു രാജ്യത്തിനോട് സമനില പിടിച്ചു. ആരും വിശ്വസിക്കൂടി. ലിറ്ററലി അത് ഹാപ്പൻഡ്. എന്താ പറയുക, പെഡ്രോ നെറ്റോൻ്റെ അസിസ്റ്റിൽ നിന്നും ജാവോ നവാസ് ആദ്യം ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ ലിറ്ററലി മേക്കിംഗ് പക്ഷേ ഒറ്റ ബിഗ് ചാൻസ് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോർച്ചുഗലിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പോർച്ചുഗലിന് ഇനി നെക്സ്റ്റ് മാച്ച് എനിക്ക് തോന്നുന്നു ഉസ്ബെക്കിസ്ഥാനായിട്ടാണ്. ഓക്കെ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ, പോർച്ചുഗൽ, കൊങ്കോ, ഇവർ 4 പേരാണ് ആ ഒരു ഗ്രൂപ്പിലുള്ള. നെക്സ്റ്റ് മാച്ച് ഉസ്ബെക്കിസ്ഥാനായിട്ടാണ്. അത് കഴിഞ്ഞ് കൊളംബിയാണ് ഏറ്റവും ടഫ് മാച്ച്. ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ഈസി മാച്ചാണ് കൊങ്കോ എന്ന് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാനും വൺ ഓഫ് ദ ഈസി മാച്ചാണ്, ബട്ട് സ്റ്റിൽ അപ്പോൾ അത് സമനിലയിൽ കുടുങ്ങി. ഓക്കെ, ലിറ്ററലി. അപ്പോൾ ഇനി എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല. കൊളംബിയ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാനുണ്ട്. ഉസ്ബെക്കിസ്ഥാനായിട്ട് വേണമെങ്കിൽ വിജയിക്കും എന്ന് വിചാരിക്കാം. പിന്നെ വേൾഡ് കപ്പാണ്, ഒരു കോമ്പറ്റേറ്റീവ് മാച്ചാണ്. ഫസ്റ്റ് മാച്ച് ആ ഒരു റിതം കിട്ടാൻ ഒരു ഇച്ചിരി ടൈം എടുക്കും. ബ്രസീലിനായാലും ഇപ്പോൾ പോർച്ചുഗലിനായാലും പിന്നെ അതുപോലെ തന്നെ ബെൽജിയത്തിനായാലും ഈജിപ്തിനായാലും ഹോളണ്ടിനായാലും ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, ആ ഒരു റിതം പിടിക്കൽ. കാരണം ആദ്യമായിട്ട് വരുന്ന ടീമേ അവർ ആ ഒരു ആവേശത്തിൽ നല്ല കിടിലം പെർഫോമൻസ് അങ്ങോട്ട് പുറത്തെടുക്കുകയാണ്. സോ ഇത് കഴിഞ്ഞ് ഇനി ഉസ്ബെക്കിസ്ഥാനായിട്ട് വിജയിക്കും എന്ന് വിചാരിക്കുന്ന പോർച്ചുഗൽ, അത് കഴിഞ്ഞ് കൊളംബിയനായിട്ടും നല്ലൊരു കോമ്പറ്റീഷൻ, നല്ലൊരു ടൈറ്റ് മാച്ചായിട്ട് വിജയിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, വിശ്വാസം അതല്ലേ എല്ലാം, അല്ലാതെന്തും നമ്മൾ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോർച്ചുഗലിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അർജൻറ്റീനയുടെ എന്താ പറയാം, അർജൻറ്റീന ഞാൻ എന്താ പറയാം, ദേ ആർ വെരി ഹാപ്പി. ഞാനൊരു അർജൻറ്റീന ഓഡിയനോട് വെറുതെ ചോദിച്ചത് എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇപ്പം എന്താണ്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇതുവരെയുള്ള വേൾഡ് കപ്പ് കണ്ടതൊക്കെ ഒരു ടെൻഷൻ അടിച്ച് കണ്ട വേൾഡ് കപ്പാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂളായിട്ടാണ് കാണുന്നത്. അങ്ങനെ കൂളായിട്ട് കാണുന്നവർക്ക് ഒരു വെൽക്കം ട്രീറ്റ് ആണ് ലയണൽ മെസ്സി അവർ അർജൻറ്റീന വേഴ്സസ് അൾജീരിയ മാച്ചിൽ കൊടുത്തത് അല്ലേ. എജ്ജാതി ആദ്യത്തെയും ആ മൂന്നാമത്തെയും ഗോൾ എന്ത് എജ്ജാതി ഗോളാടിയത്. രണ്ടാമത്തെ ഗോളൊക്കെ റിബൗണ്ടിൽ വന്നത്, ബട്ട് സ്റ്റിൽ ഓക്കെ. ഈ ഒരു ലയണൽ മെസ്സി ഗോൾ സ്കോർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ തോന്നുന്നു അറിയോ, അൾജീരിയ ഡിഫൻസ് എന്തെങ്കിലും മാറി കൊടുക്കുകയാണോ അങ്ങനെയൊക്കെ തോന്നിപ്പോയി പെട്ടെന്ന്. ആ ഒരു ഇതൊക്കെ കാണുന്ന സമയത്ത് മെസ്സി എന്നൊക്കെ പറയുമ്പോൾ പേടിച്ച് നിൽക്കുക തോന്നുന്നു ഇവർ. ആ ഡിഫൻസീവിൽ മെസ്സിൻ്റെ സാധനമൊക്കെ വാച്ച് ചെയ്ത് അങ്ങനെയൊക്കെ. മെസ്സി വാച്ച് ചെയ്യാനൊന്നും നോക്കില്ല, കൊണ്ടൊന്നിട്ടും ഒറ്റടി ഒരു ഷോട്ട്, ഒരു കേവിങ്, ആ ഒരു ടെക്നിക്, മെസ്സിൻ്റെ ആ ഒരു ലെഫ്റ്റ് കൊണ്ടുള്ള ഒരു ടെക്നിക് ഷോട്ട് തന്നെ ധാരാളം ഗോൾ കീപ്പറൊക്കെ ബീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ആ ചങ്ങായിൻ്റെ അടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും കോർണർക്കേ പോവുള്ളൂ, അതും ടോപ്പ് കോർണർ, താഴേക്കും അല്ല പോവുക. അപ്പോൾ ലയണൽ മെസ്സി വേൾഡ് കപ്പിലെ കരിയറിലെ ഫസ്റ്റ് വേൾഡ് കപ്പ് ഹാട്രിക് അടിച്ചിട്ടുണ്ട്. അർജന്റീനയുടെ ഭാഗത്തു നിന്നും ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ റൊമേറോ നല്ലൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തു. പിന്നെ ഡിഫെൻസീവ്ലി നമ്മുടെ ഡിഫൻഡർ മാർട്ടീനസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് പുൾ ചെയ്തു. റോഡ്രിഗോ ഡീപ്പോൾ ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിക്കോ ഗോൺസാലസ് ലയണൽ മെസ്സിക്ക് ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു. ലൗത്തറോ മാർട്ടീനസ് മെസ്സി ഇവർ രണ്ടുപേരും സ്ട്രൈക്കർ റോളിൽ കളിച്ചിട്ടാണ് വന്നത്. പിന്നെ നിക്കോ പാസ്, മെസ്സിനെ പിൻവലിച്ചിട്ട് നിക്കോ പാസ്സാണ് ഇറങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ
യൂലിയൻ അൽവാരസ് സബ്ബായിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ കുറേ ഒരു വെൽ നോൺ ടീം തന്നെയാണ് അവർ. അൽമാഡ എന്നൊക്കെ വന്ന്, അൽമാഡയുണ്ട്, എമി മാർട്ടീനസ് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ കുറേ വേൾഡ് കപ്പിലോട്ട് തിരിച്ചു വന്നു. എമി മാർട്ടീനസ് അവിടെ ഉള്ളത് അർജന്റീനയുടെ ഓഡിയൻസിന് എപ്പോഴും അതൊരു വിശ്വാസമാണ്. സംഭവം ആസ്റ്റൺ വില്ലയിൽ ഒരു സമ്പൂർണ്ണ അത്യാവശ്യം പരാജയമായിട്ടുള്ളൊരു ഗോൾ കീപ്പറാണ് എമി മാർട്ടീനസ് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ അർജന്റീനയ്ക്ക് വരുന്ന സമയത്ത് ഹീസ് എ വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർ. ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വേൾഡ് കപ്പ് മാച്ച് നോക്കാം. പിന്നെ ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യ മാച്ചിൽ ഇംഗ്ലണ്ട് 4-2 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചിട്ടുണ്ട്. അതൊരു ടൈറ്റ് മാച്ച് ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് ലൈവായി കണ്ടിട്ടില്ല. ഇനി അത് ഹൈലൈറ്റ്സ് കാണണം. ഓക്കെ, ഞാൻ പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ കണ്ടതുകൊണ്ട് അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പണിക്കോ വളരെ, അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. സോ ഇനി അതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ കാണണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ എൻ്റെ വേൾഡ് കപ്പ് വീഡിയോസ് ഇഷ്ടമാണെന്നെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.